മാസങ്ങളായി പരിഗണനയിലുണ്ടായിരുന്ന ബില്ലുകളിൽ ഒപ്പിട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഭൂപതിവ നിയമ ഭേദഗതി ബിൽ അടക്കമുള്ള 5 ബില്ലുകളിലാണ് ഗവർണർ ഒപ്പിട്ടത്. അൽ അമീൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. അൽ അമീൻ, ഏതൊക്കെ ബില്ലുകളിലാണ് ഒപ്പിട്ടിരിക്കുന്നത്? പുതിയ നിയമസഭ പാസാക്കിയ 5 ബില്ലുകളായിരുന്നു മാസങ്ങളായി ഗവർണറുടെ പരിഗണനയിലുണ്ടായിരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഭൂപതിവ് നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള ബില്ലുകളായിരുന്നു. ഇതിലൊന്നും ഗവർണർ ഒരു തീരുമാനമെടുത്തിരുന്നില്ല. ഈ ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ കർഷകരുടെ ആശങ്ക അത് സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയോട് ഗവർണർ രാജ്ഭവൻ വിശദീകരണം തേടിയിരുന്നു നേരത്തെ. ആ റിപ്പോർട്ട് നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി നൽകുകയും ചെയ്തതാണ്. അതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഗവർണർ ബില്ലുകൾ ഒപ്പിട്ടിരിക്കുന്നത്. ഇതിൽ 5 ബില്ലുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലും ഈ പറഞ്ഞ ഭൂപതിവ് ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു. ഈ 5 ബില്ലുകൾ മാത്രമായിരുന്നു ഗവർണറുടെ പക്കൽ ഉണ്ടായിരുന്നത്. അതിൽ ഗവർണറും രാജ്ഭവനും വിശദീകരണം തേടിയിരുന്നതും ഈ ബില്ലുകളിൽ മാത്രമായിരുന്നു. മറ്റ് 4 ബില്ലുകളിലും ഏതെങ്കിലും തർക്കമോ അല്ലെങ്കിൽ സർക്കാരുമായി ഏറ്റുമുട്ടലോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാം പെട്ടിരിക്കുകയാണ്. രാഷ്ട്രപതിക്ക് അയക്കാത്ത ബാക്കി ബില്ലുകൾ അല്ലേ? തീർച്ചയായിട്ടും സർക്കാരുമായി യൂണിവേഴ്സിറ്റി ബില്ലുകൾ ഉൾപ്പെടെയുള്ള വിഷയത്തിലായിരുന്നു സർക്കാരുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്നത്. ഈ ബില്ലുകളാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയച്ചതും. ഇപ്പോഴുണ്ടായിരുന്ന ഈ ശേഷിച്ച ഇപ്പോൾ ഒപ്പിട്ട 5 ബില്ലുകൾ ഒന്നും തന്നെ സർക്കാരുമായി ഒരു ഏറ്റുമുട്ടലിന്റെ ബാധയോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയുടെ ബാധയോ അല്ലെങ്കിൽ തർക്കത്തിന്റെ പ്രശ്നമോ ഉണ്ടായിരുന്നില്ല. അതിൽ ഇടുക്കിയിലെ കർഷകർ ആശങ്ക ഉന്നയിച്ച സാഹചര്യത്തിൽ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ മാത്രമായിരുന്നു വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നത് ചീഫ് സെക്രട്ടറിയോട്. അതിൽ ഒരു പഠനം നടത്തി ചീഫ് സെക്രട്ടറി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിലും വേറെ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയോ അല്ലെങ്കിൽ ആ റിപ്പോർട്ട് പരിഗണിച്ച് ബില്ല് തടഞ്ഞു വെക്കേണ്ട സാഹചര്യമോ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് തന്നെ ഏതാണ്ട് 6 മാസത്തോളമായി സർക്കാരിന് രാജ്ഭവന് ലഭിച്ചിട്ട് എന്നിട്ടും ഗവർണർ ആ ബില്ലുകൾ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു. മറ്റു ബില്ലുകൾ ശേഷിക്കുന്ന 4 ബില്ലുകൾ അത്ര പ്രധാനപ്പെട്ട ബില്ലുകളോ അല്ലെങ്കിൽ സർക്കാരുമായി തർക്കത്തിലേക്ക് പോയ ബില്ലുകളോ കൂടുതൽ വ്യക്തതയും വിശദീകരണവും രാജ്ഭവൻ ആവശ്യപ്പെട്ട ബില്ലുകളോ ഒന്നും ആയിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ഈ പറഞ്ഞ പരിഗണനയിലുണ്ടായിരുന്ന 5 ബില്ലുകളും ഒപ്പിട്ടിരിക്കുന്നു. തർക്കമുള്ള ബില്ലുകൾ അത് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ട ബില്ലുകൾ അത് ഇനി കേന്ദ്രത്തിൽ നിന്നാണ് തീരുമാനം വരേണ്ടത്, രാഷ്ട്രപതിയിൽ നിന്നാണ് തീരുമാനം വരേണ്ടത്. വിവാദങ്ങളില്ലാത്ത 5 ബില്ലുകൾ ബാക്കി ഗവർണറെ തന്നെ ബാധിക്കുന്ന, ചാൻസലറെ ബാധിക്കുന്ന വിഷയങ്ങൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുകയാണ്. വിവാദങ്ങളില്ലാത്ത 5 ബില്ലുകളിലാണ് ഇപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടിരിക്കുന്നത്. മാസങ്ങളായി തന്നെ പരിഗണനയിലുണ്ടായിരുന്ന ബില്ലിലാണ് ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്.